അരി വെച്ച് ബാക്കിയുള്ളത് ആടിൻ്റെ വെള്ളത്തിലിട്ട് ചോറ് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർ ഇറച്ചി മീനും ഒക്കെ വെച്ച് തിന്നും. ഈ ഒരു മനുഷ്യനാണ് അവിടെ ഇരിപ്പുള്ളൂ. ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് വേണം. ഒരു കഷ്ണം എൻ്റെ ആങ്ങളെയാണ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അവള് കൊടുത്തിട്ടില്ല. അവളെ കൂടെ കെട്ടിയെന്ന് കൊടുത്തു. ഇനി ഇവനെ പോയി ആ ഉടുതുണിയാലെ അല്ലാണ്ട് ഇനി ഇവൻ വന്ന് ഒരു തുണി എടുക്കരുത് എന്ന് പറഞ്ഞ് ഈ പനമ്പ് മറച്ചു വെച്ച് പൂട്ടുള്ള വരിയായിരുന്നു. ഞാൻ ആ പനമ്പ് ഒരു വശം അങ്ങ് പൊക്കി വെച്ചും ബാഗോട് കൂടി ഇവൻ്റെ തുണി സർവത്ര എടുത്തുകൊണ്ട് വന്നു. ആ ഉടുതുണി സത്യം പറയാലോ മേടാ, ഇപ്പം എൻ്റെ ഒരു മകനല്ലേ എനിക്കുള്ളൂ. ഈ മോനാണ് സത്യം. മകളല്ലേ? മകളെന്ന് വെച്ചാൽ മകൾ ഇങ്ങനെയുള്ള മകളൊന്നും മകളല്ല. അപ്പൻ ആരാന്നറിയില്ല. അല്ല, അവക്കടെ അപ്പൻ ആരാന്നറിയില്ല. അവക്കറിയില്ല. അതൊക്കെ പരാതിയിലുണ്ട്. 4 മണിക്ക് വീട്ടിൽ നിന്ന് പോയതാന്ന് ഓർക്കണം. റോട്ടിൽ നിന്ന് വെള്ളത്തിന് ദാഹിച്ചിട്ട് ഇവർക്കടെ ചേട്ടൻപുള്ളി പോയി കേസ് കൊടുത്തു. ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. ഏതോ ഒരു ശകലം ഇവിടെ പൊട്ടിയുള്ളൂ. ആശുപത്രി പോയി അഡ്മിറ്റായി. അവിടെ കിടപ്പായി. ഞങ്ങൾ ചെന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു അയലക്കംകാരനും ഒരു മനസ്സാക്ഷിയുള്ളവർ എവിടെയും കാണുമല്ലോ. ഈ ബഹളം എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ജീപ്പ് പോണ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വിട്ടു. ബൈക്കിന് ഓരോരുത്തർ അവിടെ ചെന്ന് ജീപ്പ് വന്ന് ഞങ്ങൾ ഇരുമ്പുപാലത്തിങ്ങ പോയി ബസ് കയറി അടിമാടി പാർട്ടി ഓഫീസിൽ ചെന്നു. പാർട്ടി ഓഫീസിൽ ചെന്നപ്പോൾ സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കോഴഞ്ചേരിയിൽ നിന്ന് വന്നതാണ്, അത് കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം, ഇങ്ങനെ കേസായി ഇങ്ങനെ കിടക്കുവാണ് എന്ന് പറഞ്ഞു. പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കേസിന് വരാൻ സമയം നിങ്ങൾ എന്നാണെങ്കിലും വേണ്ടില്ല, ആ പോലീസ് സ്റ്റേഷനിലൊന്ന് പറഞ്ഞേച്ചും പോക്കോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീർത്തോളാം. വേഗം തന്നെ ഞങ്ങൾ 2 പേരോടെ പോലീസിൽ സ്റ്റേഷനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെന്നത് എങ്ങനെയാണ്, ഷർട്ടിന് തൊട്ട ബട്ടൺസ് ഇല്ല. ഇവിടെ നിന്ന് അടിച്ചിട്ട് അടിക്കുകയല്ല, ഈ കല്ലിന് ഏറ് കിട്ടിയിട്ട് ഇങ്ങനെ ചോരയത്ത് ഇവിടം വരെ കിടക്കുക. അടിയൊക്കെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ വനിതാ പോലീസ് ഒരു കസേര ഇട്ട് ഇരുത്തി, അമ്മച്ചി ഇവിടെ ഇരിക്കുക, വെള്ളം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെള്ളം വേണം. ഒരു കുപ്പി വെള്ളവും ഗ്ലാസും കൊണ്ട് തന്ന് കുടിച്ചു. പുള്ളിക്കാരനും കൊടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അയ്യോ, നിങ്ങൾക്ക് വീട്ടിൽ പോകണോ കേസ് കൊടുക്കാണ്ട്? അവർ നിങ്ങളെ ശരിയാക്കുമെന്ന് ഓർത്താ. കഴിഞ്ഞ കൊല്ലം അവനൊരു കേസ് വന്ന് 2000 രൂപ മേടിച്ചെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. കേസ് വനിതാ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല. വനിതാ പോലീസിനോട് പറഞ്ഞു എഴുതിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞ് എഴുതി. അതുകൂടാണ്ട് പോലീസുകാരനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് നല്ലൊരു മാസറങ്ങ് തയ്യാറാക്കി വെച്ചു. പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിളിച്ചു. കൊച്ചങ്ങനെയൊന്നും ഞങ്ങൾ കൊണ്ടുവന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. 2 സാക്ഷികളെ കണ്ടിയല്ല വല. ഞങ്ങൾ 2 സാക്ഷികളെ കണ്ട് പോയി. അപ്പോൾ കൊച്ചിനെ ഇവർ കൊണ്ടുവന്നു. എന്താ എന്നോട് ചോദിച്ചു. അന്ന് SI ഇല്ലായിരുന്നു. എന്താ നിങ്ങളുടെ കേസിന്? ഞാൻ പറഞ്ഞു സാറേ, ഇവന് 8 മാസമായപ്പോൾ തുടങ്ങി ഇത്രയും നാൾ വരെ, ഇപ്പോൾ ഇവൻ 7-ലാണ്, അത്രയും നാൾ വരെ ഞാനാ സാറേ വളർത്തിയത്. ഇവിടെ വന്നിട്ട് എത്ര നാളായടാ? കൊച്ചിനോട് ചോദിച്ചു. അപ്പോൾ 1 മാസം. എടാ 1 മാസമായവർക്കാണോടാ, ഇത്ര നാളും വളർത്തിയവർക്കാണോടാ ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറയിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചു. SI പിടിച്ചേച്ച് ആ കീപ്പോട്ട് ഒരു കുത്തങ്ങ് വെച്ച് കൊടുത്തു. അപ്പോഴത്തെ മൊബൈലും പൈസയും എല്ലാം ചാടി. ഇവനെ കൊണ്ടുവന്ന് ആ ഷെല്ലിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ടു. എന്നിട്ട് കളി മാറിയില്ലേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരാണ്ടെയൊക്കെ വന്ന് അവരെ ഇറക്കി കൊണ്ടുപോയി. ഞങ്ങൾ പോരും ചെയ്തു. കേസായി. കേസ് കോടതിയിൽ കൊണ്ടുപോയോ? കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുവന്നു. കേസ് കൊച്ചിനോട് ചോദിച്ചു മോൻ ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ SI ചോദിച്ചു ഞാൻ അമ്മയുടെ കൂടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കൂടെ കൊച്ചിനെ തന്നു. അങ്ങനെയാണ് കൊച്ചിനെ അവിടുന്ന് നേരത്തെ മേടിച്ചായിരുന്നല്ലോ. അപ്പൊ കൊച്ചിനെ തന്നിട്ട് ഞങ്ങൾ അപ്പൊ SI പറഞ്ഞു അല്ല അവിടുന്ന് പോന്നല്ലോ. പോന്നു കഴിഞ്ഞ് പിന്നെ കേസ് കോടതിയിലായി. 15,000 രൂപ കേസിന് ചെലവുണ്ട്. ഇവർക്ക് വല്ലതും അറിയണം. ഇവരവിടെ സ്ഥലം മേടിക്കാന്നും പറഞ്ഞ് 10,000 രൂപ 3 രൂപ പലിശയ്ക്ക് എൻ്റെ കെട്ടിയവന് അയച്ചു കൊടുത്തതാ, മേടിച്ചതാ. 5,000 രൂപ കൊച്ചിനോടും മേടിച്ചു. ചോദിക്ക. ഇനി ഇവർക്ക് അന്ന് ഞാൻ അവിടെ പോവുകയും ചെയ്തു. സ്ഥലം മേടിക്കുന്ന സമയത്ത് 5,000 രൂപ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അളിയമ്പിളി ഇങ്ങനെ സ്ഥലം മേടിക്കുമെന്നും പറഞ്ഞു. അപ്പം എന്നെ കാണിച്ചു ഒരു 10 സെൻറ്റ് സ്ഥലം കാണിച്ചു തരും. അപ്പം ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു പെര പണിയാനൊരു സാധനമൊക്കെ നോക്കി എല്ലാം നോക്കി ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച അവിടെ നിന്ന് പോയിരുന്നത്. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അളിയമ്പള്ളി വിളിച്ചിട്ട് പറഞ്ഞ് അളിയ ഇത് സ്ഥലം മോശമാണ്, നമ്മൾ അഡ്വാൻസ് 500 എങ്ങാണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് ഈ സർപ്പക്കാവാണ്,
അപ്പോൾ അയാളെ സർപ്പദോഷമുണ്ട്, പെര വയ്ക്കാൻ കൊള്ളില്ല എന്ന് സാണക്കാരൻ പറഞ്ഞു എന്ന്. എന്നിട്ട് ആ പെര ക്യാൻസൽ ആയിരുന്നു. എത്ര സെന്റ് സ്ഥലം? എനിക്ക് 7 സെന്റ്. ഉണ്ണി വാങ്ങിച്ചു. ഞാൻ പറയാം, അമ്മയായിട്ട് 5 മക്കളാണ് ഇവര്. അമ്മയ്ക്ക് 3 ആങ്ങളെയും ഇവർ 2 പെണ്ണുങ്ങളുമാണ്. 5 പേർക്ക് അങ്ങാണ്ട് 35 സെന്റ് സ്ഥലമുണ്ട്. 35 കൂടുതൽ അങ്ങോട്ട് ഏകദേശം 35 സ്ഥലമുണ്ട്. അതിൽ 16 സെന്റ് സ്ഥലം 2 പേര് വീതം അവരെടുത്തു, അവർ പോയി. ബാക്കി 3 പേരുടെ വീതമുണ്ട്. ആ 3 പേരുടെ വീതം അമ്മയുടെ കൂട്ടിയാണ്. അപ്പോൾ ആ 2 പേരുടെ വീതം ഞാൻ 14 സെന്റ് സ്ഥലം കാശ് കൊടുത്ത് ഞാൻ മേടിച്ചു. അന്ന് ഒരു സെന്റിന് 7500 രൂപയായിരുന്നു. അന്നൊക്കെ ഞാൻ രാവിലെ 2:30 എണീച്ചാണ് 650 റബ്ബർ വെട്ടി വെച്ച് ഞാൻ കൂളിൽ പോയി കൊണ്ടുവന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. അന്നൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലല്ലോ, ഒന്നും പഠിക്കാനില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എന്നിട്ട് കൂളാവധിക്ക് അവരെ പണിക്കും പോകുമായിരുന്നു. പ്ലംബിങ്ങിന്റെ മുതൽ വയറിങ്ങിന്റെ പണി കുത്തിപ്പൊളിക്കാനൊക്കെ. ഉണ്ണി വാങ്ങിച്ചതാണ്. ഉണ്ണിയുടെ പൈസ കൊടുത്ത് ഉണ്ണി വാങ്ങിച്ചു. അമ്മയുടെ പേരിലാണോ വാങ്ങിച്ചത്? അല്ലല്ല, എൻ്റെ പേരിലേക്ക്. അതായത് അപ്പൊ ഈ 3 പേരുടെ വീതത്തിൽ 2 പേരുടെ സ്ഥലത്തിന്റെ പൈസ ഞാൻ കൊടുത്ത് അമ്മയുടെയും കൂടെ കൂട്ടി 21.5 സെന്റ് സ്ഥലം ഞാൻ എഴുതി മേടിച്ചു. ആ ആധാരം കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ 3 പേരും മേടിച്ചാലും മറ്റൊരു 2 പേരും കൂടി ഒപ്പിട്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിലൊരു അമ്മാവും മരിച്ചു പോയായിരുന്നു ആധാരം ചെയ്യാൻ. അപ്പൊ അതിൽ ഇച്ചിരി സെന്റ് സ്ഥലം വന്നതാണ്. ഈ 6 സെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മിസ്റ്റേക്ക്. അപ്പൊ അവർ 2 സെന്റ് സ്ഥലം കൂടുതലെടുത്തു. ഓരോരുത്തർക്ക് 7 സെന്റ് സ്ഥലമായിരുന്നു വേണ്ടത്. അപ്പൊ 16 സെന്റ് സ്ഥലത്തിൽ അവർ 2 സെന്റ് സ്ഥലം. അപ്പൊ ബാക്കി ഇച്ചിരി 2-3 സെന്റ് സ്ഥലം വ്യത്യാസം. അപ്പൊ അത് ഒരുമിച്ച് എനിക്ക് തന്നു. അങ്ങനെ അതിനനുസരിച്ച് എൻ്റെ പഴയ പേര ഒരു ചാണകം മെഴുകിയ പേരായിരുന്നു, ഓലപ്പേര മറ്റേ ഈ ഓടിട്ട പേരയായിരുന്നു. ഞാൻ ഒരു 2 മുറി കട്ടി ഇതായിട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വീടിന് മുറ്റത്തിനോട് ചേർന്നാണ് 16 സെന്റ് സ്ഥലം വിറ്റുപോയത്. എന്നിട്ട് ബാക്കി അവർക്ക് വിൽക്കാൻ പറ്റില്ലാത്തായിരുന്നു. എന്നാൽ നീ എടുത്ത് നിങ്ങൾക്ക് അതിനുള്ള വില തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 അമ്മമാർ എനിക്ക് എഴുതി തന്നത്. അപ്പൊ ഈ ആധാരം ചെയ്തപ്പോൾ ഇവർ 4 പേരും കൂടിയാണ് എനിക്ക് എഴുതി തന്നത്. പക്ഷെ എന്നാലും ഈ പൊന്നമ്മയുടെ പേരിലുള്ള 7 സെന്റ് ഉണ്ട്, അതും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് തെറ്റുകൾ ഇപ്പൊ അമ്മ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് തരത്തിൽ വർഗീസിന്റെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളും അതും ഇതൊക്കെ കുറെ പറഞ്ഞു. അത് എന്ത് വേണേലും പറയാലോ, എന്ത് വേണേലും പറയാലോ. അല്ല എന്നല്ല, അത് ചിലതെങ്കിലും ശരിയാവുമല്ലോ വർഗീസ്, മുഴുവനും അല്ലാതെ പറഞ്ഞാലും പകുതി നോണ പറഞ്ഞതാ. പകുതി സത്യമാണെന്ന് വെച്ചോ, പകുതി നിങ്ങൾക്ക് വേണ്ടി. ചില കാര്യങ്ങൾ പറഞ്ഞ സത്യം, അല്ലാതെ നമ്മളൊരാൾ പറയുന്ന മുഴുവനും നമ്മൾ ശരിയെന്ന് പറയല്ല. ചില സത്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പം കോംപ്രമൈസിനെ ശ്രമിക്കുന്നുള്ളൂ. അതൊരു പെൺകുട്ടിയുണ്ട് പൊന്നമ്മ, എന്താണ് അതിന്ന് ആ കുട്ടിയുടെ പ്രായപൂർത്തിയാവുമ്പം അതിനുതകുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാം. ഇനി ഇവർക്ക് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ എൻ്റെ മരണകാലം വരെ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു മുട്ടു സൂചി എൻ്റെ മോക്കായിട്ട് ഞാൻ കൊടുക്കൂല. എന്ത് ശാപം കിട്ടിയാലും വേണ്ട കൊടുക്കൂല. മോക്കും കൊടുക്കൂല, മോക്കടെ മക്കൾക്കും കൊടുക്കൂല. കാരണം എന്തുകൊണ്ട് ഇവർ ഈ മക്കളെ ഇറക്കിക്കൊണ്ടുപോയി? എന്തുകൊണ്ട് എന്നോടേ കല്യാണത്തിൻ്റെ തലേദിവസം വന്നു ഇവർക്ക് 17,000 രൂപയുടെ ചരക്കെടുത്തു 3 മക്കൾക്ക്. അവക്ക് എൻഗേജ്മെന്റിന് 3,500 രൂപയുടെ ഒറ്റ ഉടുപ്പ് അവക്ക് വേണമെന്ന് പറഞ്ഞ് അത് എടുത്ത് ഇട്ടപ്പോൾ അതിന് ഞാൻ ലഹള ഉണ്ടാക്കി. കാരണം ഇവന്റെ മുതലാളി 3 ലക്ഷം രൂപ ഇവന് കടം കൊടുത്തതാണ്. 1,80,000 രൂപ ഇവൻ ചിട്ടി വിളിച്ചുണ്ടാക്കി. അത്രയും കാശും കൊണ്ടാണ് കല്യാണം കൂടെ അടിപൊളിയാക്കിയത്. അപ്പം ഇവൻ്റെ മുതലാളി ഒരു കോടീശ്വര സ്വത്തുകാരനാണ്. ഇവൻ്റെ മുതലാളി മാർബിൾ കടയല്ലേ. ഇവൻ്റെ മുതലാളി പറഞ്ഞു, നിൻ്റെ മാസ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാം, നീ കാശ് കൊണ്ടുപോകുന്നു. 10 പവൻ ഞങ്ങൾ മേടിച്ചിട്ടാ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നേ. അടിപൊളി കല്യാണം അങ്ങ് നടത്തി. 27,000 രൂപയുടെ ഡ്രസ്സ് 2 മക്കൾക്ക് ഈരൻ്റെ കൂടി വെച്ചെടുത്തു. 3,500 രൂപയുടെ ഒറ്റ ഉടുപ്പ് എടുത്തു. എന്നിട്ട് അത് 3,000 രൂപയുടെ ഡാവണി എടുത്തു. ഇവർ വന്നില്ലല്ലോ എൻഗേജ്മെൻറ്റിന്. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് എടുക്കേണ്ട അറിയില്ല. അപ്പോൾ ഇവർ ആലുവായിൽ വന്നു കല്യാണം ശനിയാഴ്ച വന്ന്. ആലുവായിൽ വന്നപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, എൻഗേജ്മെന്റ് അവരെ നിങ്ങൾ അറിയിച്ചിരുന്നോ? അയ്യോ ഞങ്ങൾ എങ്ങനെയാ മാം പോണേ, ഇത്ര അകലല്ലേ. അപ്പൊ എൻഗേജ്മെന്റിന് വരില്ല, കല്യാണത്തിന് വരാന്ന് പറഞ്ഞു. എന്നെ ഡ്രസ്സ് എടുത്തു, കൊച്ചുങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു. എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് പോലും എടുത്തില്ല. എന്റെ ആങ്ങളുടെ ഒരു കല്യാണം. നേരത്തെ ലിസി പറഞ്ഞത് പിന്നെ രജിസ്റ്റർ ഓഫീസിൽ നോട്ടീസ് ഇടുന്നത് രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസ് ഇവനോട് വിളിച്ചു ചോദിച്ചപ്പോ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നിട്ട് 3-ാമത്തെ ദിവസം കൊച്ചിനെ പറഞ്ഞു വിട്ട് അത് വലിച്ചെറി കളയിച്ചു.
നിങ്ങളെ അറിയിച്ചല്ലോ, എൻഗേജ്മെന്റ് നിങ്ങളെ അറിയിച്ചല്ലോ. എൻഗേജ്മെന്റ് അറിയിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇവളെ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഇങ്ങനെ ദൂരെന്ന് പറയുമ്പോ കല്യാണത്തിന് വന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എടി മമ്മിക്ക് എന്നാ ഡ്രസ്സ് എടുത്ത? മമ്മിക്ക് ഒന്നും എടുത്തില്ല മമ്മി എന്ന് പറഞ്ഞു. അതെന്നാടി അങ്കിള് എനിക്കൊന്നും എടുക്കാത്തെന്ന് ചോദിച്ചു. അത് എനിക്കറിയാൻ പാടില്ല, ഞാൻ അങ്കിളിനോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ പേർക്ക് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോരെ, കാശ് ഞാൻ ഇവിടെ വരുമ്പോ തന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പോലും കാശ് ഞങ്ങൾ തികഞ്ഞ അങ്ങോട്ട് നാട്ടിലേക്ക് തന്നെ വന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാ ഡ്രസ്സ് എടുത്തോണ്ട് പോകുന്നത്? ഈ 3 മക്കളും ഇവിടെ പഠിക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അവരുടെ ചെലവും കാര്യങ്ങളും ഇവര് നോക്കുന്നു. നിങ്ങൾ എന്തെല്ലാം ക്രൂരത നിങ്ങൾ പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് നല്ല പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കുന്നത്. പിന്നെ ആ മൂത്ത പയ്യനൊരു ബാക്കി പഠിത്തം കഴിഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിൽ ആശാനും ആയില്ലേ, അതിനൊരു ശമ്പളം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. 10,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു, മാസം 10,000 രൂപ വെച്ച്. ഇവിടെ പറഞ്ഞത് 10,000 രൂപ. കൊച്ചു ചോദിച്ചോക്ക, അമ്മയല്ലേ ഇരിക്കണേ, പോരുമ്പോഴും കൊച്ചു പറഞ്ഞിട്ടോ 10,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു, ആ 10,000 രൂപ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചില്ലെങ്കിൽ അന്നും ബഹള. ഇത് വന്ന് ലോഡ് ഇറക്കണേ, എന്റെ ഉണ്ണിക്ക് 10,000 രൂപയെ മാസം ശമ്പളം ഉള്ളൂ. 10,000 രൂപ. പിന്നെ ഒരു കൊച്ചിന് ഡ്രൈവിംഗ് പഠിപ്പിക്കണ കൊച്ചിന് 10,000 രൂപയുണ്ടോ? ഇവനൊരു വണ്ടിക്ക് ദിവസം 100 രൂപയുടെ പെട്രോൾ വേണം, വണ്ടി മേടിച്ചു കൊടുത്തേക്കണത്. അത് അതിനകത്ത് ഒരു ഔചിത്യക്കേടുണ്ട്. വർഗീസിനെ അന്വേഷിക്കാമല്ലോ അവിടെ ചെന്ന്. ജോലി ചെയ്ത സ്ഥലത്ത് എത്രയാ? ഞാൻ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചു ജോലിയാണ് 5 വയസ്സും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, മേടിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല, ഞാൻ പറയുന്നേ നിങ്ങൾ രണ്ടുപേർക്കും ഒരു വീട്ടിലെ ഏറ്റവും ആകപ്പാടെയുള്ള ഒരു ആങ്ങളയുടെ കല്യാണത്തിന് അല്ലെങ്കിൽ നിശ്ചയത്തിന് വരാൻ പറ്റാത്തത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്നാ ചോദിച്ചത്. 2 ദിവസം വന്ന് കിടക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നല്ല, ഈ 2 ഇതിനും കൂടെ വരാൻ പറ്റില്ല എന്നുള്ള. അതെന്താ? അത് ആകെ ഉള്ളത് ഒരൊറ്റ ആങ്ങളെയാ ഉള്ളത്. ആ കുടുംബത്തിൽ നിന്നായി കുഞ്ഞുങ്ങൾ വളരുന്നത്. അതിന് വരാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം എന്താ? അതല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴാണ് കല്യാണം. ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വിടാന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ 2 ആഴ്ചയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോകണ്ടേ മാഡം? അല്ല, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വർഗീസേ. ഇത്രയും ദൂരം നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം ആണെങ്കിൽ നിങ്ങൾ പോണ്ടേ? അതെ, പോണം. പക്ഷേ പെങ്ങളുടെ വസ്തു വിറ്റ് നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം നടത്തിയില്ലേ? നടത്തി. അതിന്റെ കാര്യങ്ങൾ എല്ലാരും സഹകരിച്ചില്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും? അതെ, പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്നുള്ള ഇതും കൊണ്ടാ എന്റെ കുഴപ്പമില്ല. അല്ല മാഡം, ഇപ്പൊ എന്നെക്കാളും ഇത് ഇപ്പൊ എന്റെ പെങ്ങളല്ലേ ഇരിക്കണേ, പെങ്ങൾക്ക് അറിയാല കാര്യങ്ങളാണ്. ഞാൻ എന്നെ കൂട്ടണ്ട. ഇല്ല, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഈ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഠിത്തവും അവരവിടെ പോയി ഇതിനിടയ്ക്ക് പോലീസ് കേസുകൾ നടക്കുന്നു, നിങ്ങൾ അവിടെ ചെല്ലുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അവിടെ താമസിച്ച് പോലീസ് കേസാവുന്നു, ഇങ്ങനെ പല സംഗതികളിൽ അവരും മാനസികമായിട്ട് തകർന്നിരിക്കുകയല്ലേ? അവരെന്ത് പോലീസ് കേസ് ഉണ്ടാക്കിയതാ മാഡം ഈ പറയണേ? അല്ല, നിങ്ങളുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്താൽ അത് ഇവര് എല്ലായിടത്തും ഒളിച്ചു വെച്ചു. അത് ഇവളുടെ ചോദിച്ച കാര്യങ്ങൾ അറിയാം, എല്ലായിടത്തും ഒളിച്ചു മാറ്റി വെച്ചു. എല്ലാം എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ തുണിയുള്ള സഞ്ചി? സഞ്ചി എന്നല്ല, ഫർണിച്ചർ ഉണ്ടായിരുന്ന സാധനങ്ങള്, ശോഭ, എല്ലാം അത് ഇതൊക്കെ ഉണ്ടാവും, പാത്രങ്ങൾ എല്ലാം വാരി കെട്ടിക്കൊണ്ട് പോയി. ഇവര് ഒന്നുമില്ല, ഇവരുടെ വീട്ടിൽ കൊണ്ടു ഒളിച്ചു വെച്ചു. ഒളിച്ചു വെച്ചു? ആ, ശോഭ, പാത്രങ്ങള്, തുണികള് എല്ലാം. എന്റെ പൊന്നു മേഡം, അവിടെ അവന്റെ പഴയ വരെ അവിടെ കിടന്നു, അവിടെ കിടന്ന് അത് നശിച്ചു. 2 മാസം കുളി മാറിയപ്പോ പോയില്ലേ, പോയി കഴിഞ്ഞ് പിന്നെ ആര് വന്ന് നോക്കാനാ? പിന്നെ ഞാൻ ഇവളും പണിക്ക് നടന്നു, ഞാനും പണിക്ക് നടന്നു. ഇവന്റെ 2ാമത്തെ കൊച്ചിനെ ഞാൻ എളിയിൽ വെച്ചോണ്ടാണ്. മൂത്തവൻ പഠിക്കുമല്ലേ, ഇവൻ സ്കൂളിൽ കൊണ്ടുപോകും റബ്ബർ വിട്ട് കഴിഞ്ഞ്. കുറേ ആടുകളുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ കൊച്ചിനെ ഇവള് പണിക്ക് പോവുക, ഗർഭിണിയായിരുന്നു, വശവുമില്ല. അത് കാരണം ഈ കൊച്ചിനെ ഞാൻ എളിയിൽ വെക്കും, 2ാമത്തവനെ. അവിടെ കൊണ്ടുവന്ന് പെരപണിയാണ്, കെട്ടറമ്പണി. അവിടെ കൊണ്ടുവന്ന് അയലക്കത്തെ വീട്ടിൽ ഇരുത്തിച്ച് അവർ കാലത്തെ ഭക്ഷണമൊക്കെ കൊടുത്തോളും. ഒരു സിദ്ധാന്തമില്ല. 3 മക്കൾക്കെന്ന് വെച്ചാൽ ആ മക്കളെ കണ്ടാൽ നിങ്ങൾ സൂര്യൻ ഉദിച്ച് വന്നോണ്ടായിരിക്കണം, അത്രയ്ക്ക് നല്ല പിള്ളേരാ, നല്ല സ്വഭാവങ്ങളും. പക്ഷെ അവരെ കൊണ്ടുപോയതുണ്ടല്ലോ, ഇവർക്ക് ശാപം എന്ന് വെച്ചാൽ ഇവർക്കടെ മക്കൾ എന്താ ചെയ്യണേന്ന് ഇവർക്ക് അത് കാലക്രമേണ തന്നെ അറിയും. ഇനി ഞങ്ങൾക്ക് ഇവർക്കടെ മക്കളും വേണ്ട. അവരുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ ഒരു കല്യാണം നടന്നിട്ട് പിറ്റേന്ന് വെളുപ്പിന് ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, യാദൃച്ഛവശാൽ ഒരു കല്യാണം നടന്ന വീട്ടിലെ ബഹളം നമുക്കറിയാനൊക്കെ. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് നിന്നും നിങ്ങൾ ആ രാത്രിയില് ആ അലമാര തുറന്ന് ഈ പ്രമാണം കാണുന്നു, എന്നിട്ട് വെളുപ്പിനെ പോകുന്നു. അതൊക്കെ ഒരു സീൻ പോലെയാണ് തോന്നുന്നത് നമുക്ക്. അത് സത്യമോ അസത്യമോ ആയിക്കോട്ടെ, എന്നാൽ അത് ആ പയ്യൻ എണീറ്റതിന് ശേഷം അത് വേണ്ടുന്ന രീതിയിൽ ചോദിക്കാനോ സംസാരിക്കാനോ ഉള്ള യാതൊരു സന്മനസ്സും കാണിച്ചിട്ടില്ല പൊന്നമ്മ. അതിനുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ആ ആങ്ങളെ പോലും എണീക്കുന്നതിന് മുമ്പ് കൊച്ചുകുളപ്പാങ്കാലത്ത് ഈ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യം എന്തായിരുന്നു? നിങ്ങളൊന്നും ഓർക്കണം, നിങ്ങളുടെ മക്കൾ അവിടെ നിന്നാണ്
ഒരു ദിവസം ആയിക്കോട്ടെ 2 ദിവസം ആയിക്കോട്ടെ, അവിടെയാണേ നിൽക്കുന്നത്. അവരുടെ മനസ്സിനകത്തൊരു നീതി തോന്നുന്ന രീതിയിൽ വേണ്ടേ നിങ്ങൾ പെരുമാറാൻ. നിങ്ങൾ ആ പിള്ളേരെ വിളിച്ചോണ്ട് പോയി എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ മനസ്സിന്റെ വിഷമം. ഇല്ല മാം, അവരോട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു. അവരെല്ലാരും കൂടി ഇറങ്ങിപ്പോളാം. ഇവൻ എണിച്ചില്ലായിരുന്നു. ഞാൻ കൊച്ചിനോട് പറഞ്ഞു ഇറങ്ങി പൊക്കോളാൻ, പിള്ളേരെ വിളിച്ചോണ്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഇവൻ എണിച്ചില്ലായിരുന്നു. ഞാൻ ചെന്ന് അങ്കിളിനെ വിളിച്ചെടുക്കാലത്തല്ല മാം, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് 8 മണിയാണ് പോയത്. അത് തന്നെ. അപ്പൊ അതിനിടയ്ക്ക് ഈ സ്വത്തിനെ കുറിച്ച് അപ്പോഴേ തന്നെ ചർച്ചയും തർക്കവും തുടങ്ങി. ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, സ്വത്തിന്റെ കാര്യത്തെ പറ്റിയ വിഷയം ചോദിച്ചിട്ടില്ല, ഒരു ആവശ്യം ചോദിച്ചിട്ടില്ല. എടി നിന്റെ 3 പേരുടെ തുണി തിരുമിയ കാര്യം ഓർത്താ മതിയല്ലോടി. നീ എന്താടി അങ്ങനെ പറഞ്ഞേ? നീ 2.5 പവന്റെ മാല മേടിച്ചു തന്നിട്ട് വെറും 5000 രൂപയ്ക്കല്ലേ കൊടുത്തേ? നീ എനിക്ക് എന്റെ കഴുത്തേ കിടന്ന 2 പ്രാവശ്യം നിനക്ക് 1 പവന്റെ മാല മേടിച്ചു തന്നില്ലടി. നീ എന്താടി അങ്ങനെ പറയണേ? നീ എന്താടി അങ്ങനെ നുണ പറഞ്ഞ് പഠിക്കണേ? ഞാൻ നുണയൊന്നും പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. നീ നുണ പറഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ ഭർത്താവുണ്ടല്ലോ, ആ പുള്ളിയാണ് പുള്ളിക്ക് വേറെ കുടുംബം പിള്ളേരുണ്ട്. അവരെ അമ്മയും മകളും വേറെ കാര്യം വർഗീസേ. അത് നമുക്ക് എടുക്കേണ്ട കാര്യം. മക്കളും ഉണ്ട്. ഒരു വിഷയമല്ല. അല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം എന്റെ കെട്ടിയവനുള്ള കാരണം ആണല്ലോ 900,000 രൂപയുടെ വണ്ടി അവന്റെ മോന് പഠിക്കാൻ മേടിച്ചു കൊടുത്തത്. പിന്നെ അവരുടെ 2ാം കെട്ടിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട. മനുഷ്യൻ അയാള് വേറെ കല്യാണം കഴിച്ചു, അവർക്കൊരു ആൺതുണ വേണമെന്ന് തോന്നി അവരോട് ചെയ്തു. അവരുടെ മകനുണ്ട്, അവന്റെ അയാൾക്ക് കുഴപ്പമില്ലായിരുന്നു. അയാൾ നല്ല രീതിയിൽ അവരെ നോക്കുന്നു. അങ്ങനെ ഒരു പേഴ്സണൽ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എന്റെ കൊച്ചിന് ഇച്ചിരി ചെവിയേഴി കുറവ് ഉണ്ട്. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ ഒരാള് വേണം. അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യം. കുറ്റപ്പെടുത്തുന്നതല്ല പറഞ്ഞ, ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. പുള്ളിയാണ് ഈ ഞങ്ങളുടെ കുടുംബം അലമ്പായി കളഞ്ഞത്. സത്യം ഇവള് പറയും എന്തൊക്കെ കാര്യങ്ങൾ നടന്നേന്നുള്ളത്. അതെ, നിങ്ങൾക്ക് അടിമാലില് തന്നെ എന്തൊക്കെ സംഭവം നടന്നേന്ന് അറിയാം. പിന്നെ കർണാടകയിൽ പോയി എന്തൊക്കെ സംഭവം നടന്നതെന്ന് അറിയാം. ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് നോക്കുക. ഞങ്ങളെ കണ്ട ഒരു കുഴപ്പമുണ്ടോ, എൻ്റെ മോനെ കണ്ട ഒരു കുഴപ്പമുണ്ടോ? എൻ്റെ മോൻ എല്ലാവർക്കും കണ്ണിലുണ്ണിയ. പ്രസവ ചെലവൊക്കെ എന്താ അമ്മയെ കൊണ്ട് എടുപ്പിച്ചു? എവിടെ എന്താ പാടാ, അതൊക്കെ വെറുതെ പറയണതാ. എന്തൊക്കെ പറയാം, ഇവിടെ ഇരുന്ന് പകുതി എങ്ങനെ കൃത്യം മെഡിക്കൽ കോളേജിൽ കൊടുത്ത കണക്കിന്റെ സഹിതമല്ലേ പറഞ്ഞേ? മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രസവത്തിന് ഇവര് എന്ത് കൊടുത്തതാ ഇവര് പറയണത്? മൊത്തം ഇവര് ചെലവാക്കിയെന്നാ പറയണത്. ഇവരൊന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നുള്ളത് ശരി. അന്ന് അവിടെ മെഡിക്കലിൽ ഈ ചൊവ്വാഴ്ച ചീട്ടെന്ന് പറഞ്ഞാൽ അതിന് ഇത് മണമുള്ളവർക്ക് കാശില്ല, ഫ്രീയാ. ദൈവം തമ്പുരാ മോളിലിരിക്കണം, ദൈവത്തിനറിയാം ഞങ്ങൾ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുണ്ടല്ലോ ഈ IT പഠിക്കണം, 1 വർഷത്തോടെ പഠിച്ച. അപ്പൊ മേഡത്തിനോട് ഞാൻ സത്യം പറയാലോ, എൻ്റെ കെട്ടിയവന് 3 ചേട്ടന്മാരുണ്ട്, 4 പെങ്ങന്മാരുണ്ട്. പുള്ളിയാണ് ഏറ്റവും ഉള്ളത്. ഇവരെല്ലാം പുറത്താ. അപ്പൊ ഇവന് അവിടെ പോകുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കല്യാണത്തിനൊക്കെ വണ്ടികളൊക്കെ ഓടിക്കാൻ ഇവന് നല്ല ഇതാണ്. വണ്ടികളൊക്കെ ഓടിക്കാൻ 10,000 രൂപയാണ് ഇവന്. എല്ലാ ലൈസൻസും മേടിച്ചു. വലിയ വണ്ടി ഓടിക്കണം, ചെറിയ വണ്ടി ഓടിക്കണം, എല്ലാ ലൈസൻസും മേടിച്ചു. അത് പുള്ളിക്കാരൻ ചെയ്താണ്. അപ്പൊ ഈ ഒക്കെ പോയി. അപ്പൊ ഇവനെ 1 വർഷത്തോടെ പഠിപ്പിച്ചു കളഞ്ഞാൽ സത്യം പറയാമല്ലോ പുറത്ത് കിടത്തി വിടാം. ഇനി ഞാൻ വീടെത്താതെ പൊക്കോട്ടെ, എൻ്റെ 2 കണ്ണും പൊടിഞ്ഞു പൊക്കോട്ടെ, അങ്ങനെ ഓർത്താണ് മറ്റവനെയും പഠിപ്പിക്കാം. അന്നേരം 9 മാസം പഠിക്കാനുള്ളൂ. ഇവരാ വന്ന കുട്ടികളുടെ അല്ല മേഡം, ഞങ്ങൾ കുട്ടികളുടെ ഭാവി ഒന്നും നശിപ്പിച്ചിട്ടില്ല. അവര് സ്വന്തം ഇഷ്ടപ്രകാരം ഇവര് ഇതുങ്ങൾക്ക് നിക്കാൻ നിവൃത്തിയില്ലാതാണ് അതുങ്ങൾ. എന്റെ പെങ്കൊച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, പെങ്കൊച്ച് കൈ മുറിച്ച് ബ്ലഡിൽ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൈയും കൊണ്ട് ചോര കൊണ്ട് എഴുതി. ഇവരെ ടീച്ചർ ഇവര് ചെയ്തേക്കണ അനുഭവങ്ങൾ വെച്ച് എഴുതിയേക്കണ, ഇവര് കാണിച്ചു വെക്കണം. എന്റെ പരീക്ഷയ്ക്ക് ഈ സ്കോളർഷിപ്പിന് കാശ് കിട്ടിയിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു കൊച്ചിനെ കൈ തല്ലി വിരല ഒടിച്ചിട്ട് പരീക്ഷ എഴുതില്ല. മാമിന് അറിയാമോ, 1 ദിവസത്തെ ശമ്പളം കിട്ടില്ല. മൂത്ത കൊച്ചിനെ അന്ന് അവിടെ കിടക്കണം. ഞങ്ങള് ഈ കൊച്ചിനെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ എന്നാ കൊണ്ടുവരാൻ പാടാന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു വേണ്ട, വരീസ് ഒരു പണി ചെയ്യാ, ഈ SLC ഒന്ന് കഴിയട്ടെ, അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചോളാം വരീസ എന്ന് പറഞ്ഞു. അത്രയ്ക്കും വിഷമത്തിലാ കൊച്ചു എന്ന് പറഞ്ഞത്. അമ്മ ഭയങ്കര ഇത് ശരിയാവൂല, മറ്റേ കൂടെയുള്ള ഭർത്താവ് ആണെങ്കിലും ശരിയാവൂല, കൊച്ചിനെ പല സ്ഥലത്തേടെ കൊണ്ടുനടക്കണായിട്ട് എന്റെ അറിവ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് വന്ന് കൊണ്ടുവരാനിരുന്ന മേഡം. അപ്പൊ ടീച്ചർ പറഞ്ഞു അല്ല, ഞങ്ങൾ വിളിച്ചു, ടീച്ചർ എന്നെ വിളിക്കുന്നത്. ടീച്ചർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ ടീച്ചർ വന്നിട്ട് പറഞ്ഞതിന് വേണ്ട, എന്റെ വീട്ടിൽ നിർത്തിക്കോളാം, SLC പരീക്ഷ കൊച്ചിനെ എഴുതട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോകോളാം പറഞ്ഞു.
നമ്മളെന്തിനാടാ പറയണേ? അവര് പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് ടീച്ചറ് പിന്നെ കൊച്ചിനോട് പറഞ്ഞ് ടീച്ചറിന്റെ വീട്ടിൽ നിർത്തിയോ? ഇല്ല, ടീച്ചർ നിർത്തില്ല. പരീക്ഷ കൊണ്ടുപോകോളാൻ പറഞ്ഞു. കൊച്ചിനെ അവിടെ നിർത്തണ്ട. അവരുടെ വീട്ടിൽ ഒരു കാലത്ത് നിർത്തരുത്. മക്കളെ ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോയി കർണാടകയിൽ രണ്ടാമത്തെ കൊച്ചു അവിടെ നിന്ന് പഠിച്ചാ മാഡം. രണ്ടാമത്തെ കൊച്ച് കർണാടകയിൽ എന്നാ പഠിച്ചിട്ട് ഇവിടെ ഞങ്ങള് പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ കാക്കയും ഈ ഒക്കെ കൂടി ടി സി മേടിച്ചു. പ്രിൻസിപ്പളെ എന്നെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. എന്തിനാ കൊച്ചിനെ ടി സി മേടിച്ചില്ല? ഞാൻ പരീക്ഷ അറിയാതെ എന്തിനാ ടി സി കൊടുത്തതെന്ന് ചോദിച്ചാൽ അവിടെ സാറന്മാരോട് വഴക്ക് പറഞ്ഞു. ഒരു മകളെന്ന് വെച്ചാ മകളിന്റെ നിലയ്ക്ക് ഇവള് മകളിന്റെ നിലയ്ക്ക് ഞാൻ മകളിന്റെ നിലയ്ക്ക് വിട്ട് അമ്മയെന്നുള്ള നിലയും വിട്ട് ഞാൻ ഒന്നും പെരുമാറിയിട്ടില്ല. എന്നെ ഒരു മകളെന്ന നിലയിൽ അംഗീകരിച്ചിട്ട് അമ്മയ്ക്ക് അമ്മയുടെ മോനോട് മാത്രം സ്നേഹമുള്ളൂ, എന്നോട് ഒരു സ്നേഹമില്ല. ചെറുപ്പം മുതലേ എന്നെ ഇഷ്ടമല്ലായിരുന്നു. അമ്മയും മോളും സംസാരിക്കുന്നതിൽ അങ്ങോട്ട് ഗുണം പിണങ്ങുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിലും കാരണമുണ്ട്. അമ്മയുടെ മാതൃത്വത്തെ തള്ളിപ്പറയുന്ന ഒരു മകളായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പലപ്പോഴും അത് ശരിയുമാണത്. അത് ശരിയുമാണ്. ലിസി ഈ പരാതിയിലും പറഞ്ഞിരിക്കുന്നത് അപ്പനാരാന്നറിയില്ല എന്ന്. അപ്പൊ അമ്മ പേശിയായിട്ട് നടന്നുണ്ടായതല്ലേ? അത് ഒരു അമ്മയായിട്ടുള്ള ഒരു ലിസിയിൽ നിന്ന് ഒരിക്കലും അവളെയൊക്കെ അപ്പൊ എഴുതാൻ പാടില്ലാത്തൊരു വാചകമാണ്. ഒരിക്കലും പറയാൻ പാടില്ല ലിസി. അപ്പൊ ആ മാതൃത്വത്തെ ആദ്യം അംഗീകരിക്കുക. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം.